മനുഷ്യൻ്റെ ഹൃദയത്തെ ഒരു കൂട് എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ കൂടൊഴിഞ്ഞു പോകും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അബ് നസാക ആലം ഹേ മുജ് പർ തും അപ്നി മൊഹബ്ബത്ത് വാപ്പസ് ലോ, നീ നിന്റെ പ്രണയവും എടുത്ത് എൻ്റെ അരികിൽ നിന്ന് പോകൂ, എൻ്റെ ഹൃദയമാകുന്ന കപ്പൽ ഇതാ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പടച്ചവന് വല്ലാത്തൊരവസ്ഥയാണ്. ഈ ശത്രുക്കൾ പോലും ഒരു 4 അടി വെക്കുക എന്നുള്ള സാഹസത്തിന് മുതിരാറുണ്ടായിരുന്നല്ലോ. മര്യാദത്തിലേക്ക് സ്വാഗതം. മനുഷ്യൻ്റെ ഹൃദയത്തെ ഒരു കൂട് എന്ന് വിളിക്കാറുണ്ട്. ആ കൂട്ടിലേക്ക് വളരെ അടുപ്പമുള്ള ആളുകളെ നമ്മൾ കൂട്ടുകൂടാൻ ക്ഷണിക്കും. ചിലർ ആ ക്ഷണം സ്വീകരിക്കും, ചിലർ കൂട്ടുകൂടിയതിന് ശേഷം കൂടൊഴിഞ്ഞു പോകും. ആ കൊഴിഞ്ഞുപോക്കുകൾ വല്ലാത്ത വേദനയാണ് ആ കൂടിന് സമ്മാനിക്കാൻ പോകുന്നത്. അങ്ങനെ കൂടൊഴിഞ്ഞു പോകും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ കൊഴിഞ്ഞുപോക്കിൻ്റെ വിഷമം ഒഴിവാക്കാൻ ആ കൂട് തന്നെ തൻ്റെ അഭയാർത്ഥികളോട് ഒഴിഞ്ഞു പോയിക്കോളൂ, എൻ്റെ അന്ത്യം എടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ. ഉറുദുവിലെ വളരെ പ്രസിദ്ധനായ സൂഫി കവിയാണ് ഖമർ ജലാൽവി. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു ഗസൽ, കബ് മേരാ നശേമൻ അഹ്ലെ ചമൻ ഗുൽഷൻ മേ ഗവാര കർത്തേ ഹൈ, ഇങ്ങനെ തുടങ്ങുന്ന ഒരു ഗസൽ. ആ ഗസലിൽ 2 ഈരടികളുമായാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. തൻ്റെ അന്ത്യം എടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന, താൻ ഈ ലോകത്ത് ഭാരമായി തീർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു കാമുകൻ്റെ മനസ്സ് അദ്ദേഹം ഈ ഗസലിലെ ചില ഈരടികളിൽ കുറിച്ചിടുന്നുണ്ട്. അബ് നസാക ആലം ഹേ മുജ് പർ തും അപ്നി മൊഹബ്ബത്ത് വാപ്പസ് ലോ, ജബ് കശ്തി ഡൂബനെ ലഗത്തി ഹേ തോ ബോझ ഉതാരാ करते हैं. അബ് നസാക ആലം ഹേ മുജ് പർ, എൻ്റെ അന്ത്യത അടുത്തിട്ടുണ്ട്, അന്ത്യദിനം, എൻ്റെ അവസാന നാളുകൾ എന്നോട് സമീപിച്ചു കഴിഞ്ഞിട്ടുണ്ട്, എന്നിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. നീ നിൻ്റെ പ്രണയവും എടുത്ത് എൻ്റെ അരികിൽ നിന്ന് പോകൂ, എന്നിലേക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ, എന്നിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ, എന്നിലേക്ക് ചുമത്തിക്കഴിഞ്ഞ ആ പ്രണയമുണ്ടല്ലോ, ആ സ്നേഹമുണ്ടല്ലോ, നീ അതും എടുത്ത് തിരികെ പോകും. എന്തുകൊണ്ടാണ് അങ്ങനെ പോകാൻ പറയുന്നതെന്നല്ലേ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഇങ്ങനെയാണ്, ജബ് കഷ്തി ഡൂബിനെ ലഗത്തി ഹേ, ഒരു കപ്പൽ മുങ്ങാൻ പോവുകയാണ് എന്നിരിക്കെ തോ ബോझ ഉതാരാ കർത്തേ ഹേ, അപ്പോൾ ഭാരം ഇറക്കി വെക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ വിവേകം. ആ ഭാരം ഇറക്കി വെച്ചാൽ ഒരുപക്ഷെ എൻ്റെ ജീവിതം ഇനിയും മുന്നോട്ട് പോയാലോ, നിന്നോടുള്ള പ്രണയം കൊണ്ട്, നീ എന്നിൽ അർപ്പിച്ച പ്രണയം കൊണ്ട് എൻ്റെ ഹൃദയം കനപ്പെട്ട് കിടക്കുകയാണ്, ആ കൂട് വളരെ കനപ്പെട്ട് കിടക്കുകയാണ്, അതിൻ്റെ ഭാരം വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട്, എൻ്റെ അന്ത്യം എടുത്തു കഴിഞ്ഞു, എൻ്റെ ഹൃദയമാകുന്ന കപ്പൽ ഇതാ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായി മുങ്ങിക്കഴിയുന്നതിന് മുമ്പ് നീ നിൻ്റെ ഹൃദയവും എടുത്ത് എൻ്റെ അരികിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ കപ്പലിന് മുങ്ങുന്നതിന് കുറച്ച് സമയം കിട്ടും എന്ന് വേണമെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ്. വളരെ മനോഹരമായ ഈരടി. അതിനെ തുടർന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന വേറൊരു ഈരടിയുണ്ട്.
जाती हुई मैयत देख भी वल्ला तुम उठ के आ न सके, 2-4 कदम तो दुश्मन भी തക്ലീഫ് ഗവാര करते हैं. പഠിച്ചവന് വല്ലാത്തൊരവസ്ഥയാണ്. എൻ്റെ മയ്യത്ത് ഖബറിടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ടിട്ട് പോലും ആ ഇരിക്കുന്നിടത്ത് നിന്ന് എണീറ്റ് വന്നു നോക്കാൻ, എൻ്റെ മയ്യത്ത് കണ്ട് ഒന്ന് കരയാൻ, എൻ്റെ മയ്യത്തൊന്ന് കണ്ടു നോക്കാൻ, അവസാനമായി ഒന്ന് പാർത്തു നോക്കാൻ നീ വന്നതേ ഇല്ലല്ലോ. 2-4 കദം തോ ദുഷ്മൻ ഭി തക്ലീഫ് ഗവാര करते हैं. ഈ ശത്രുക്കൾ പോലും അങ്ങനെ മയ്യത്തുമായി പോകുന്ന സമയത്ത്, മയ്യത്തായി കിടക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടി എൻ്റെ മയ്യത്തിനെ അനുഗമിച്ചുകൊണ്ട് ഒരു 4 അടി വെക്കുക എന്നുള്ള സാഹസത്തിന് മുതിരാറുണ്ടായിരുന്നല്ലോ. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ടതായിരുന്ന, എന്നോട് വളരെ ചേർന്ന് നിന്നിരുന്ന നീ എൻ്റെ മയ്യത്ത് കൊണ്ടുപോകുന്നത് കണ്ടിട്ട് ആ ഇരിപ്പിടത്തിൽ നിന്നൊന്ന് എഴുന്നേറ്റ് വന്നു നോക്കാൻ പോലും ശ്രമിക്കുന്നില്ലല്ലോ എന്നാണ് കവി പറഞ്ഞു വെക്കുന്നത്. വല്ലാത്ത തീവ്രമായ ഒരു വിഷാദത്തിൻ്റെ, തീവ്രമായ ഒരു പ്രണയ നൈരാശ്യത്തിൻ്റെ, ആ ബന്ധം നഷ്ടപ്പെട്ടതിലുള്ള അഗാധമായ വേദനയുടെ ഒരു തലം നമുക്ക് ഈ ഈരടിയിൽ കാണാൻ സാധിക്കും. വളരെ മനോഹരമായ ഒട്ടനവധി ഈരടികൾ ഈ ഗസലിൽ തുടർന്നും വരുന്നുണ്ട്. നമുക്കവ മറ്റൊരു സന്ദർഭത്തിൽ വിശകലനം ചെയ്യാം. ഏറെ നന്ദി.